എവ്രിവൺ, SSC MTS ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വൊക്കാബുലറി സെഷൻ ആയിട്ടുള്ള വൊക്കാബ് ഷോർട്സിന്റെ 4th സെഷൻ ആണ് ഇന്ന്. അപ്പൊ നമ്മൾ മുന്നേ 3 സെഷൻ ചെയ്തു. അപ്പൊ അതിൽ ഒരുപാട് ഇഡിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ എന്താ പറയാ സിനോണിയംസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ സെഷനിൽ പുതിയ കുറച്ച് 30 എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇഡിയംസും അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും സിനോണിയംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 30 വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു 10 ഇഡിയംസ് പഠിക്കാം. അതിന്റെ പിന്നിലുള്ള ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഇഡിയം കാണുമ്പോൾ നമുക്ക് എങ്ങനെ അതിലോട്ട് കണക്ട് ചെയ്യാം എന്നൊക്കെയാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോബ്ലം ഓഫ് പേഴ്സൺ ടു ഡീൽ വിത്ത്. അതായത് ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള നട്ട്, അതാണ് ഇഡിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മീനിങ് ഇവിടെ കൊടുത്തേക്കുന്ന ഡിഫിക്കൽട്ട് പ്രോബ്ലം ഓഫ് പേഴ്സൺ ടു ഡീൽ വിത്ത്. അപ്പൊ ഒരു ഹാർഡ് നട്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പാടുള്ള നട്ട്. അപ്പൊ അതെങ്ങനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? അതായത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ അതുപോലെ എന്തെങ്കിലും പാടായിട്ടുള്ള പ്രോബ്ലം ഒരു പേഴ്സൺ അങ്ങനെയുള്ള മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ അതിലോട്ടൊരു ഐഡിയ എത്താൻ പാടുള്ള എന്തെങ്കിലും ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്കിനെ കുറിച്ചോ പറയുന്നതാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ഓർ പേഴ്സൺ ടു ഡീൽ വിത്ത്. ഡീൽ ചെയ്യാൻ ഭയങ്കര പാടായിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണോ അതിനെ വെച്ച് പറയുന്നതാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. നമ്മൾ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യുക എന്നല്ലേ പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതിനെ സൂചിപ്പിക്കാനാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ടു ഫേസ് ദ മ്യൂസിക്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു അക്സെപ്റ്റ് ദ അൺപ്ലസന്റ് കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻസ്. ഒരാളുടെ പ്രവൃത്തിയുടെ അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് പരിണിത ഫലങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുക. ആ ഒരു മീനിങ്ങിലാണ് ടു ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്ന ഇഡിയം പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർമിയിലുള്ള സോൾജിയേഴ്സിനെയൊക്കെ അങ്ങനെ ഒരു സെറിമണി ഉണ്ടായിരുന്നു. അതായത് അവരെ ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്മിസൽ സെറിമണി വെക്കും. അതിൽ ഇവരെ പുറത്താക്കുന്ന ഡ്രംസ് ഒക്കെ കൊട്ടിയിട്ട് ആ ഒരു മ്യൂസിക്കോടെ ആയിരിക്കും അവർ. ഇപ്പൊ ഒരു അഷെയിംഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു നാണം കിട്ട ഒരു സിറ്റുവേഷനിലെ അവർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവർ ആ മ്യൂസിക് കേട്ട് ഫേസ് ചെയ്യല്ലേ ചെയ്തത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ടു ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്ന ഇഡിയം ടു അക്സെപ്റ്റ് ദ അൺപ്ലസന്റ് കോൺസിക്വൻസസ് ഓഫ് ഓൺസ് ആക്ഷൻ. അപ്പൊ അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു മീനിങ്ങിലാണ് ടു ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്നത്. അടുത്തത് ടു ഹിറ്റ് ദ ബുക്സ് ടു സ്റ്റഡി ഹാർഡ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ് എന്ന് പറയുക എന്താ, ഇവിടെ ബുക്ക് ഒരുപാട് ബുക്സ്. ടു ഹിറ്റ് ദ ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര ഹാർഡായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടു ഹിറ്റ് എന്ന് പറയുന്ന വേർഡ് അവിടുത്തെ ഒരു ഇന്റൻസിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം എന്തെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് ടു പ്രിപ്പയർ ഫോർ ദ എക്സാം, ടു അറ്റൻഡ് ദ എക്സാം, ഐ ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര എന്താ പറയാ കഷ്ടപ്പെട്ട് വിഗറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ എന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ള മീനിങ് ആണ് ടു ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുന്നത്. അടുത്തത് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ടു മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. അതായത് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടല്ലേ ഒരു പഴഞ്ചൊല്ലായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും. ഇതിന്റെ അർത്ഥം എന്താ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കുറച്ചും കൂടെ വേഴ്സ് ആക്കുക, കുറച്ചും കൂടെ ബാഡ് ആക്കുക, കുറച്ചും കൂടെ മോശമാക്കുക, ഒരാളെ ഇടപെട്ടിട്ടോ അങ്ങനെ. അതിനെയാണ് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ഫയറിലേക്ക് ഫ്യൂവൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്താ ചെയ്യുക, വീണ്ടും തീ ആളിക്കത്തയല്ലേ ചെയ്യുന്നത്. അതുപോലെയാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം കുറച്ചും കൂടെ എന്താ പറയാ വേഴ്സ് ആക്കുക, കുറച്ചും കൂടെ അത് ഇന്റൻസ് ആക്കുക. ആ ഒരു മീനിങ്ങിലാണ് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുന്നത്. അടുത്തത് ഔട്ട് ഓഫ് ദ ബ്ലൂ, സഡൻലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി വിത്തൗട്ട് വാർണിംഗ്. ഒരു വാർണിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഈ ഇഡിയം ഇങ്ങനെ അല്ലായിരുന്നു. ഇതിന്റെ പുതിയ വേർഷൻ ആണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്ന ബോൾട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നായിരുന്നു. അപ്പൊ ഔട്ട് ഓഫ് ദ ബ്ലൂ, ബ്ലൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്കൈ, ആകാശത്തെയാണ്. അപ്പൊ ബോൾട്ട് എന്ന് പറഞ്ഞാൽ തണ്ടർ ബോൾട്ട്, അതുപോലെ ലൈറ്റനിങ്, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലേ, ഒരു മിനിറ്റിന്റെ ആ ഒരു ഇതിൽ ഉണ്ടാവുന്നതാണ് ഈ ലൈറ്റനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓർക്കാപ്പുറത്ത് സഡൻ ആയിട്ട് സംഭവിക്കുന്ന ബോൾട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ, സ്കൈയിൽ ഉണ്ടാവുന്നതല്ലേ. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. എന്താണ്, സഡൻലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി വിത്തൗട്ട് വാർണിംഗ്. അപ്പൊ ആ ഒരു ഇഡിയമാണ് പിന്നീട് അതിങ്ങനെ മാറി പെട്ടെന്ന് ഷോർട്ട് ആക്കിയിട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നാക്കിയത് ബോൾട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നായിരുന്നു. അതായത് ബ്ലൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്കൈ ആണ്. സ്കൈയിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ലൈറ്റനിങ് ഒക്കെ പെട്ടെന്ന് വാർണിംഗ് ഇല്ലാതെ ആ ഒരു എന്താ പറയാ ഗ്ലിംസ് ഓഫ് എ ഗ്യാപ്പിലല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ്
ഔട്ട് ഓഫ് ദ ബ്ലൂ സഡൻലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി വിത്തൗട്ട് വാർണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ടു കോൾ ഇറ്റ് എ ഡേ, ടു സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ്. അപ്പൊ ഇത് ശരിക്കും ടു കോൾ ഇറ്റ് ഹാഫ് എ ഡേ എന്നായിരുന്നു. അതിന്റെ ഷോർട്ട് ആക്കിയിട്ടുള്ള വേർഷൻ ആണ് ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വർക്കേഴ്സ് ഒക്കെ ജോലി പകുതിക്ക് വെച്ച് ഹാഫ് ഡേ, അതായത് ജോലിയുടെ പകുതിക്ക് വെച്ച് നിർത്തുമായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. ടു സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തുക, ആ ഒരു മീനിങ് ആണ് ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. അടുത്തത് ടു ഗെറ്റ് കോൾഡ് ഫീറ്റ്, ടു സഡൻലി ബിക്കം ടു സ്കെയർഡ് ടു ഡു സംതിങ് യു ഹാഡ് പ്ലാൻഡ്. നമ്മൾ പ്ലാൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുക, അതായത് അതിൽ നമ്മൾ എന്താ പറയുക ഒരു ട്രബിൾ സ്റ്റാർട്ട് ഉണ്ടാവൂലേ, ആ ഒരു കാര്യമാണ് ടു ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോൾഡ് ഫീറ്റ് എന്ന് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറേജ് ഒക്കെ നഷ്ടപ്പെടുക, നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആവുക, പേടിക്കുക, ആ ഒരു മീനിങ്ങിലാണ് ടു ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പം ടു സഡൻലി ബിക്കം ടു സ്കെയർഡ് ടു ഡു സംതിങ് യു ഹാഡ് പ്ലാൻഡ്. ഓക്കെ, അടുത്തത് ടു ടേൺ എ ബ്ലൈൻഡ് ഐ ടു ഇഗ്നോർ സംതിങ് റോങ്. അപ്പം ടു ടേൺ എ ബ്ലൈൻഡ് ഐ, ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൈൻഡ് എന്ന് വെച്ചാൽ എന്താ? കണ്ണിന് കാഴ്ചയില്ലാത്ത. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് കാഴ്ചയുള്ള ഒരാൾ കാഴ്ചയില്ലാത്ത പോലെ പ്രിട്ടൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം കണ്ടില്ലെന്ന് നടിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തെ ഇഗ്നോർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് നമ്മൾ ഇഡിയം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. ടു ടേൺ എ ബ്ലൈൻഡ് ഐ ടു ഇഗ്നോർ സംതിങ് റോങ്. അടുത്തത് ടു മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്, ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഗുഡ് സിറ്റുവേഷൻ വൈൽ ഇറ്റ് ലാസ്റ്റ്. ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാസ് ഉണക്കിയത്, ആ ഒരു ഇതിനെയാണ് ഹേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സമയത്തല്ലേ ഹേ ഉണക്കുക, അപ്പം സൂര്യന്റെ വെളിച്ചത്തിലല്ലേ അത് ഉണക്കിയെടുക്കുക. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മീനിങ് നല്ല സൺഷൈൻ ഉള്ള സമയത്ത് ഹേ ഉണ്ടാക്കുക, അതാണ് ഇഡിയം എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് ഇവിടെ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഗുഡ് സിറ്റുവേഷൻ വൈൽ ഇറ്റ് ലാസ്റ്റ്, എന്തെങ്കിലും ഒരു ഗുഡ് സിറ്റുവേഷൻ ലാസ്റ്റ് ചെയ്യുന്നത് വരെ അത് പ്രയോജനപ്പെടുത്തുക. അതായത് ഈ സൺഷൈൻ, ഈ നല്ല സൺലൈറ്റ് എപ്പോഴും ഉണ്ടാവുന്ന കാര്യമല്ല, അത് മാറാം. അപ്പൊ അത് ഉണ്ടാവുന്ന അത്രയും നേരം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവരെന്ത് ചെയ്യും? ഹേ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഗുഡ് സിറ്റുവേഷൻ വൈൽ ഇറ്റ് ലാസ്റ്റ് എന്ന് ഈ ഒരു ഇഡിയത്തിന് നമ്മൾ മീനിങ് പറയുന്നത്. അടുത്തത് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, ടു ഡു എവറിത്തിങ് പോസിബിൾ ടു അച്ചീവ് സംതിങ്. അതായത് അതൊരു സ്റ്റോറിയാണ്. ശരിക്കും ഈ ട്രഷർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ അവര് അഡ്വൈസ് തേടുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഒരു സ്റ്റോൺ പോലും അൺടേൺ ചെയ്യാതെ, അതായത് എല്ലാ സ്റ്റോണും തിരിച്ചു നോക്കണം. അതായത് എന്താ? എല്ലാ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴിയും യൂട്ടിലൈസ് ചെയ്യണം, എല്ലാ രീതിയിലും നമ്മൾ അത് നന്നായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ആ ഒരു മീനിങ്ങിലാണ് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ, ഒരു സ്റ്റോൺ പോലും തിരിച്ചു നോക്കാതെ, അതായത് എല്ലാ സ്റ്റോണിന്റെ അടിയിലും നോക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ എന്താ പറയാ ഒരു പഴുതും അടയ്ക്കാതെ എല്ലാ ഇതിലും സെർച്ച് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. ടു ഡു എവറിത്തിങ് പോസിബിൾ ടു അച്ചീവ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് എല്ലാ പോസിബിൾ ആയിട്ടുള്ള വഴിയും യൂട്ടിലൈസ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 10 ഇഡിയംസ് പഠിച്ചു. ഇപ്പൊ ഈ ഓരോ ഇഡിയം കാണുമ്പോഴും ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ഇഡിയംസിനും വളരെ കുറച്ച് 1-2 ഇഡിയംസിനല്ലേ ബാക്ക് സ്റ്റോറി ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ആ ഒരു ഇഡിയം കാണുമ്പോൾ തന്നെ, ആ ഒരു ഇഡിയം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ എങ്കിലും കിട്ടും അതിന്റെ. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് കുറച്ച് സിനോണിയംസ് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു സെഷനിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മീനിങ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ശരി നമുക്ക് യൂഷ്വലി അറിയാവുന്ന കുറച്ച് വേർഡ്സിന്റെ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സെയിം മീനിങ് വരുന്ന വേർഡ്സ്, അതിന്റെ സിനോണിയംസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ പോവേർട്ടി ആണ്. പോവേർട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാം ദാരിദ്ര്യം അല്ലേ, അതിന്റെ മീനിങ് ആണ്, അതിന്റെ സിനോണിയംസ് ആണ് ഡെസ്റ്റിറ്റ്യൂഷൻ, പെന്യൂരി. അപ്പൊ ഇത് രണ്ടും പോവേർട്ടി എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. പോവേർട്ടിയുടെ കുറച്ചും കൂടെ എക്സ്ട്രീം വേർഷനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ് ഡിസ്റ്റിറ്റ്യൂഷൻ അതുപോലെ പെന്യൂരി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പകരം നമുക്ക് ഇവിടെ വേറെ യൂസ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതിന്റെ സെയിം മീനിങ് വരുന്ന വേർഡ് ആണ് ഇൻഡിജൻസ് എന്ന് പറയുന്നത്, ഇൻഡിജൻസ്. അപ്പം ഇതും പോവേർട്ടി എന്ന് പറഞ്ഞ സെയിം മീനിങ് ആണ്, അതിന്റെ സിനോണിയം ആണ് ഇൻഡിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ പോവേർട്ടിക്ക് പകരം അതിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഡിസ്റ്റിറ്റ്യൂഷൻ, പെന്യൂരി അതുപോലെ ഇൻഡിജൻസ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രേവ്. ബ്രേവിന്റെ നമുക്ക് അറിയാവുന്ന കുറച്ച് സിനോണിയംസ് ആണല്ലേ, വാലിയന്റ്, കറേജിയസ് എന്ന് പറയുന്നത്. അപ്പൊ വാലിയന്റ്, കറേജിയസ് ഇത് രണ്ടും ബ്രേവിന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാലോ ബോൾഡ് എന്ന് പറയാറുണ്ട്, ബോൾഡ്. ഇതൊക്കെ നമ്മൾ ബ്രേവിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്.
അപ്പൊ അറിയാലോ വാലിയൻ കറേജസ്. അപ്പൊ ബ്രേവിന് പകരമുള്ള വേർഡ്സ് ആണ്, അതായത് അതിന്റെ സിനോണിയംസ് ആണ് വാലിയന്റ് കറേജസ് എന്ന് പറയുന്നത്. അതുപോലെ ബോൾഡ്. അടുത്തത് കാം. കാം എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ അതിന്റെ സിനോണിയം എന്ന് പറയുന്നത് സെറീൻ അതുപോലെ ട്രാൻക്വിൽ ആണ്. അപ്പൊ സെറീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള എന്നാണ് മീനിങ്. ട്രാൻക്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ് ആണ്, സൈലന്റ്, കാം, ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കാമിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്, സെറീൻ, ട്രാൻക്വിൽ. അടുത്തത് മിസറബിൾ. മിസറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാല്ലേ, എന്താ പറയാ, കുറച്ച് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ് മിസറബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിനോണിയം ആണ് wretched അതുപോലെ ഡിജക്റ്റഡ്. wretched അതുപോലെ ഡിജക്റ്റഡ്, ഇത് രണ്ടും ഇതിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മീനിങ് വരുന്നത് എന്താ, മിസറബിൾ എന്നാണ്, wretched ആൻഡ് ഡിജക്റ്റഡ്. ഓക്കെ. അടുത്തത് ഈഗർ. ഈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യം അറിയാനായിട്ട് ഭയങ്കര എന്താ ക്യൂരിയോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഭയങ്കര ഈഗർ ആയിട്ടുള്ള, ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആ ഒരു മീനിങ് ആണ് ഈഗർ എന്ന് പറയുന്നത്. അതിന്റെ സിനോണിയംസ് ആണ് കീൻ അതുപോലെ ആർഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്യൂരിയസ് എന്നും പറയാം, ക്യൂരിയസ്, കീൻ അതുപോലെ ആർഡന്റ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടുമാണ് ഈഗറിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ഇനി ഫേമസ്. ഫേമസ് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു വേർഡ് ആണ് അല്ലെ. ഫേമസിന് പകരം നമുക്ക് റിനൗണ്ട് എന്ന് പറയാം, സെലിബ്രേറ്റഡ് എന്ന് പറയാം, ഇമിനന്റ് എന്ന് പറയാം, ഫെയിംഡ് എന്ന് പറയാം, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡ് ആണ് എമിനന്റ് എന്ന് പറയുന്നത്. അപ്പം ഫേമസിന്റെ ഒരു 3 സിനോണിയംസ് ആണ് റിനൗണ്ട്, സെലിബ്രേറ്റഡ്, എമിനന്റ്. ഓക്കെ. അടുത്തത് ഹോണസ്റ്റ്. ഹോണസ്റ്റിന്റെ കുറച്ച് സിനോണിയംസ് ആണ് അപ്രൈറ്റ് അതുപോലെ കാൻഡിഡ്. ഇത് രണ്ടിന്റെയും മീനിങ് ശരിക്കും എന്താ പറയാ, റിയൽ ആയിട്ടുള്ള ഒരു കാര്യം, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യം, ആ ഒരു മീനിങ് ആണ് അപ്രൈറ്റ് അതുപോലെ കാൻഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ട്രൂത്ത്ഫുൾ എന്നും പറയാം, ട്രൂത്ത്ഫുൾ, ജെനുവിൻ, ഇതൊക്കെ അതിന്റെ സിനോണിയംസ് ആണ്. അടുത്തത് ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പൊ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയതാണ്, അതിന്റെ സിനോണിയംസ് ആണ് ക്രൂഷ്യൽ, സിഗ്നിഫിക്കന്റ്, അതുപോലെ നമുക്ക് എസെൻഷ്യൽ എന്ന് പറയാം, എസെൻഷ്യൽ, അതുപോലെ പ്രിഡോമിനന്റ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇമ്പോർട്ടന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനായിട്ട് ഒരുപാട് സിനോണിയംസ് ഉള്ള കുറച്ച് വാക്കുകളൊന്നാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അടുത്തത് ജനറസ്. ജനറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാലോ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ മാഗ്നാനിമസ് അതുപോലെ ബെനവലന്റ്. ബെനവലന്റ് ഒക്കെ നമുക്കറിയാം, കൈൻഡ്നെസ്, അങ്ങനെ സെൽഫ്ലെസ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഇങ്ങനെയും പറയാം. ആൽട്രൂസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ആൽട്രൂസ്. അതിന്റെ മീനിങ്ങും ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. സെൽഫ്ലെസ് സർവീസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് ആൽട്രൂസ് എന്ന് പറയുന്നത്. അപ്പൊ ജനറസിന്റെ സിനോണിയംസ് ആണ് മാഗ്നാനിമസ്, ബെനവലന്റ്, ആൽട്രസ്. അടുത്തത് ലേസി. ലേസിയുടെ മീനിങ്സ് ഇൻഡോലന്റ്, അതുപോലെ സിനോണിംസ് ഇൻഡോലന്റ് അതുപോലെ ലെത്താർജിക് ആണ്. അപ്പൊ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് സ്ലഗിഷ് എന്ന് പറയുന്നത്, സ്ലഗിഷ്. അതുപോലെ ലാംഗ്വിഡ് എന്ന് പറയാം, ലാംഗ്വിഡ്, ലാംഗ്വിഡ്. ലാംഗ്വിഡിന്റെ സ്പെല്ലിംഗ് LANGUID. അപ്പം ലേസിയുടെ സിനോണിയംസ് ആണ് ഇൻഡോലന്റ്, ലെഥാർജിക്, സ്ലഗിഷ്, ലാംഗ്വിഡ്. അപ്പൊ ഇതെല്ലാം ലേസി ആയിട്ടുള്ള, സ്ലഗിഷ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇത്രയും സിനോണിയംസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. പോവർട്ടി, ഡിസ്റ്റിറ്റ്യൂഷൻ, പെന്യൂറി, ഇൻഡിജൻസ്. ബ്രേവ്, വാലിയൻ, കറേജിയസ്, ബോൾഡ്. കാം, സെറീൻ, ട്രാൻക്വിൽ. അടുത്തത് മിസറബിൾ, wretched, ഡിജക്റ്റഡ്. അടുത്ത ഈഗർ, കീൻ, ആർഡന്റ്, അതുപോലെ ക്യൂരിയസ്. അടുത്തത് ഫേമസിന് പറയാൻ പറ്റിയതാണ് റിനൗണ്ട്, സെലിബ്രേറ്റഡ്, എമിനന്റ്. അടുത്തത് ഹോണസ്റ്റ്, അപ്രൈറ്റ്, കാൻഡിഡ്, ട്രൂത്ത്ഫുൾ, ജെനുവിൻ. അടുത്തായിട്ട് ഇമ്പോർട്ടന്റ്, ക്രൂഷ്യൽ, സിഗ്നിഫിക്കന്റ്, എസെൻഷ്യൽ, പ്രിഡോമിനന്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റിന്റെ സിനോണിയംസ് ആണ്. അടുത്തത് ജനറസ്, മാഗ്നാനിമസ്, ബെനവലന്റ്, ആൽട്രസ്. അടുത്തത് ലേസി, ഇൻഡോലന്റ്, ലെഥാർജിക്, സ്ലഗിഷ്, ലാംഗ്വിഡ്. അപ്പൊ ഇത്രയും സിനോണിയംസ്, ഒരു 10 സിനോണിയംസും അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ വേർഡ്സും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട്
പ്രത്യേകിച്ച് ഓർത്ത് വെക്കാൻ വേറെ വഴിയൊന്നുമില്ല. ചില വേർഡ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ട വേർഡ്സ് ആണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിനകത്ത് കൂടുതലും സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വരാറുണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫോബിയാസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ നമ്മളെ ഹ്യൂമൻ ക്വാളിറ്റീസിനെ വെച്ച് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഇതിനെ ബേസ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ സൈനോഫോബിയ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിയർ ആണല്ലേ, ഫിയർ. അപ്പൊ ഇവിടെ വൺ ഹു ഹാസ് an irrational ഫിയർ ഓഫ് ഡോഗ്സ്, ഡോഗ് ഫോബിയ എന്ന് വെച്ചാൽ നോർമലി അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഡോഗ്സിനോടുള്ള ഒരു പേടി, ഇറാഷണൽ ആയിട്ടുള്ള ഫിയർ, ഡോഗ് ഫോബിയയാണ് ശരിക്കും സൈനോഫോബിയ എന്ന് പറയുന്നത്. ഡോഗ്സിനോടുള്ള പേടി, അമിതമായിട്ടുള്ള പേടി. അടുത്തത് മിസോഗൈനിസ്റ്റ്, അത് വൺ ഹു ഡിസ്ലൈക്സ്, ഡിസ്ട്രസ്റ്റ് ഓർ ഈസ് പ്രെജുഡൈസ്ഡ് അഗെയിൻസ്റ്റ് വുമൺ, ഹു ഹേറ്റ്സ് വുമൺ, വുമണിനെ ഹേറ്റ് ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് മൈസോജനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റോയിക്, വൺ ഇൻഡിഫറൻറ്റ് ടു പ്ലഷർ ഓർ പെയിൻ, ഇമോഷണലി റെസിലിയന്റ് എന്ന് വെച്ചാൽ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ പറയുന്നതാണ്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പെയിനും ടോളറേറ്റ് ചെയ്യും. അത് ഒരു എന്താ പറയുക, ഒരു ഫീലിങ്സും ഒരു റിയാക്ഷനും അതിനോട് കാണിക്കാതെ എല്ലാം ഫേസ് ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് സ്റ്റോയിക് എന്ന് പറയുന്നത്. അടുത്തത് ഒംനീസിയന്റ്. ഒംനീസിയന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒംനി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അത് വെച്ചിട്ട് ഒരുപാട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ ഒംനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ, എല്ലാം, അല്ലെങ്കിൽ എവറിത്തിങ്, ആ ഒരു മീനിങ് ആണ് ഒംനിക്ക് വരുന്നത്. സിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് എന്നൊക്കെ വരും. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് വൺ ഹു നോസ് എവറിത്തിങ്, പൊസസിങ് കംപ്ലീറ്റ് നോളജ്, എല്ലാത്തിനെ കുറിച്ചും അറിയാം, ഭയങ്കര കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് പൊസസ് ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് ഒംനീസിയന്റ് എന്ന് പറയുന്നത്. അടുത്ത ഫാറ്റലിസ്റ്റ്, വൺ ഹു ബിലീവ്സ് എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ബൈ ഫേറ്റ്, എല്ലാം വിധിയാണ്, വിധിയെ ബന്ധപ്പെട്ടിരിക്കും, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വിധി കൊണ്ടാണ്. അങ്ങനെ വിധി എന്ന് പറയുന്ന ഒരു സംഭവത്തെ വിശ്വസിച്ച് എല്ലാ കാര്യവും അങ്ങനെ കാണുന്ന ഒരാളെ, അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളെ പറയുന്ന പേരാണ് ഫാറ്റലിസ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടറിയാം, ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിധി. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഫേറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ലെക്സിക്കോഗ്രാഫർ. ലെക്സിക്കോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിക്ഷണറി ആണല്ലേ. അപ്പൊ ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുമ്പോൾ വൺ ഹു കമ്പൈൽസ് ഡിക്ഷണറീസ്, സ്പെഷ്യലിസ്റ്റ് ഇൻ ഡിക്ഷണറി മേക്കിംഗ്, ശരിക്കും ഡിക്ഷണറി ഉണ്ടാക്കുന്ന, ഡിക്ഷണറി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത്. അടുത്തത് മിത്തോമാനിയ, വൺ ഹു ഹാസ് എ കമ്പൽസീവ് ടെൻഡൻസി ടു ലൈ ഓർ എക്സാജറേറ്റ്, പാത്തോളജിക്കൽ ലയർ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കര ക്രൂക്കഡ് ആയിട്ട് കള്ളം പറയാനുള്ള കഴിവ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് ഭയങ്കര വലുതാക്കി പറയുക, അങ്ങനെ ഭയങ്കര എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലയറിനെ പറയുന്നതാണ് മിത്തോമാനിയാക് എന്ന് പറയുന്നത്. അടുത്തത് ഓട്ടോക്രാറ്റ്. ഓട്ടോക്രസി നമുക്കറിയാം, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൂൾ അല്ലേ. ഓട്ടോക്രാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹു ഹാസ് അബ്സല്യൂട്ട് പവർ, എ ഡിക്റ്റേറ്റർ ഓർ അബ്സല്യൂട്ട് റൂൾ. അതായത് ഓട്ടോക്രസി എന്ന് പറയുന്നത് ഒരു ഡെമോക്രസി പോലെ, ഓട്ടോക്രസി എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ആൾ, ഒരു സിംഗിൾ റൂളർ കംപ്ലീറ്റ്ലി ഭരിക്കുന്നതാണ് ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഓട്ടോക്രാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹു ഹാസ് അബ്സല്യൂട്ട് പവർ, എ ഡിക്റ്റേറ്റർ ഓർ അബ്സല്യൂട്ട് റൂളർ, ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സിംഗിൾ റൂളറിനെ പറയുന്നതാണ് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റിക്ലൂസ്, വൺ ഹു ലീവ്സ് ഇൻ ഐസൊലേഷൻ, എ ഹെർമിറ്റ് ഓർ സോളിറ്ററി പേഴ്സൺ, ഏകാന്തതയിൽ ജീവിക്കുന്ന ആൾ, ഒറ്റയ്ക്ക് എലോൺ, ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളെ പറയുന്ന പേരാണ് റിക്ലൂസ് എന്ന് പറയുന്നത്. അടുത്തത് കൊണോസിയർ, വൺ ഹൂ ഇസ് എൻ എക്സ്പേർട്ട് ജഡ്ജ് ഇൻ മാറ്റേഴ്സ് ഓഫ് ടേസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര നന്നായിട്ട് അതിനെ ജഡ്ജ് ചെയ്ത് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന പേരാണ് കൊണോയിസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഒരു 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. അപ്പൊ നമുക്ക് വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. സൈനോഫോബിയ, സൈനോ മീൻസ് ഡോഗ്, ഫോബിയ മീൻസ് ഫിയർ. അപ്പൊ അതെങ്ങനെ വരും, ഫിയർ ഓഫ് ഡോഗ്. അടുത്ത മൈസോജനിസ്റ്റ്, മൈസോ എന്ന് വെച്ചാൽ വുമൺ എന്ന് വരും. മൈസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേറ്റ് എന്നുള്ള മീനിങ് ആണ്. ജനിസ്റ്റ് അത് വുമൺ എന്ന് വരും. അപ്പൊ മൈസോജനിസ്റ്റ്. അടുത്ത സ്റ്റോയിക്. സ്റ്റോയിക് ശരിക്കും ഇത് തന്നെ മനസ്സിലാക്കി വെക്കണം, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളെ പറയുന്ന പേര് ഒംനീസിയന്റ്. ഒംനി മീൻസ് എവറിത്തിങ്, സിയൻ മീൻസ് നോളജ്, എല്ലാത്തിനെ കുറിച്ചുള്ള നോളജ്. അടുത്ത ഫാറ്റലിസ്റ്റ്. ഫാറ്റലിസ്റ്റിലെ ഫേറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, എല്ലാം ഫേറ്റ് കാരണമാണ് എന്ന് ബിലീവ് ചെയ്യുന്ന ആള്. ലെക്സിക്കോഗ്രാഫർ, ലെക്സിക്കോൺ മീൻസ് ഡിക്ഷണറി, ഡിക്ഷണറി ഒക്കെ എന്താ പറയാ മേക്ക് ചെയ്യുന്ന ആളെ പറയുന്നതാണ് ലെക്സിക്കോഗ്രാഫർ. അടുത്തത് മിത്തോമാനിയാക്, ഇത് വൺ ഹു ലൈസ് എന്ന് പറയും. ഓട്ടോക്രാറ്റ്, ഓട്ടോ മീൻസ് സെൽഫ്, ക്രാറ്റ് മീൻസ് റൂൾ, സെൽഫ് റൂൾ ആണ് ഓട്ടോക്രാറ്റ്, സെൽഫ് റൂളർ ആണ്
ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത്. സെൽഫ് റൂൾ ആണ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. റിക്ലൂസ് അത് ഇവിടെ ഓർത്ത് വെക്കണം. വൺ ഹു ലീവ്സ് ഇൻ ഐസൊലേഷൻ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് റിക്ലൂസ്. കൊണോയിസ്റ്റിയർ, വൺ ഹു ഈസ് എൻ എക്സ്പേർട്ട് ജഡ്ജ് ഇൻ മാറ്റേഴ്സ് ഓഫ് ടേസ്റ്റ്. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമുക്ക് കുറച്ച് വർക്ക്ഔട്ട് ഉണ്ട്, അത് നോക്കാം. ഓക്കെ, അതിനു മുന്നേ ഓരോ ഇഡിയംസും യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തത്, സോൾവിങ് ദിസ് കോംപ്ലക്സ് പ്രോബ്ലം ഈസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് ഫോർ ദ ഹോൾ ടീം. അതായത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഹോൾ ടീമിനും ഒരു ഹാർഡ് നട്ട് ടു ക്രാക്ക്, ഒരു ഹാർഡ് നട്ട് ആയിരുന്നു ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. പ്രോബ്ലത്തെയാണ് ഇവിടെ ഹാർഡ് നട്ടായിട്ട് പറയുന്നത്. ക്രാക്ക് ചെയ്യുക മീൻസ് സോൾവ് ചെയ്യുക. ആ ഒരു മീനിങ്ങിൽ അത് അവർ അപ്ലൈ ചെയ്തത് കണ്ടോ. സോൾവിങ് ദിസ് കോംപ്ലക്സ് പ്രോബ്ലം ഈസ് ഹാർഡ് നട്ട് ടു ക്രാക്ക് ഫോർ ദ ഹോൾ ടീം. ഓക്കെ, അടുത്തത്, then out of the blue an old friend called me after years of silence. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, പെട്ടെന്ന് സഡൻ ആയിട്ട് വിളിച്ചു. ആ സഡൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. then out of the blue suddenly an old friend called me after years of silence. അടുത്തത്, after missing the deadline she had to face the music and accept the consequences. അപ്പൊ ഡെഡ്ലൈൻ കഴിഞ്ഞു, അപ്പൊ ഡെഡ്ലൈൻ മിസ്സാക്കിയതിന് ശേഷം she had to face the music and accept the consequences. She had to face the music, ആ കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നു, and accept the consequences. അപ്പം ഇവിടെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ പുള്ളിക്കാരിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ആ ഒരു ഇതിലാണ് she had to face the music, to face the music എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്തത്. അടുത്തത്, with exams next week I had to hit the books every evening. അപ്പം അടുത്ത ആഴ്ച എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ ഈവനിങ്ങും I need to hit the books. ഹാർഡ് ആയിട്ട് വിഗറസ് ആയിട്ട് പഠിക്കണം. കാരണം അടുത്ത ആഴ്ചയാണ്, അടുത്ത ആഴ്ച എക്സാം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡ് ആയിട്ട് പഠിക്കണം. ആ ഒരു മീനിങ്ങിലാണ് ടു ഹിറ്റ് ദ ബുക്സ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത്, ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ ഓഫ് മീറ്റിംഗ്സ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ ആൻഡ് കണ്ടിന്യൂ ടുമോറോ. അപ്പം ഇന്ന് ഫുള്ള് മീറ്റിംഗ്സ് ആയിരുന്നു, ഭയങ്കര ഹെക്ടിക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്കിത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു മീറ്റിംഗിൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫ് കോൺവെർസേഷനിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരുപാട് വരുന്നതാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അവിടെ ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ ഓഫ് മീറ്റിംഗ്സ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ ആൻഡ് കണ്ടിന്യൂ ടുമോറോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇഡിയംസിന്റെ യൂസേജ് വരുന്നത്. ഓക്കെ, അടുത്തത്, അടുത്ത സിനോണിയംസിന്റെ യൂസേജ് നോക്കാം. Many families in the region lived in a destitution lacking basic necessities. ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് പോലും ഇല്ലാതെ ഒരുപാട് ഫാമിലീസ് ഇവിടെ ജീവിച്ചു, പോവർട്ടിയിൽ ജീവിച്ചു. അപ്പൊ പോവർട്ടി എന്ന് പറയുന്ന മീനിങ്ങിന് പകരം ഇവിടെ കൊടുത്തേക്കുന്ന വേർഡിന് പകരം കൊടുത്തേക്കുന്ന ഡെസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഡെസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ നമ്മൾ വേറെ പഠിച്ച എന്താണ്, ഇൻഡിജൻസ് പഠിച്ചില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻഡിജൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ പെന്യൂരി എന്നും പറയാം. ഓക്കെ, അടുത്തത്, the valiant soldier saved many lives through courageous action. courageous actionsലൂടെ ആ brave ആയിട്ടുള്ള സോൾജിയർ, valiant ആയിട്ടുള്ള സോൾജിയർ ഒരുപാട് ജീവൻ രക്ഷിച്ചു. ഓക്കെ, അടുത്തത്, she remained serene despite the chaos unfolding around her. അവൾക്ക് അത്രയും പ്രശ്നങ്ങൾ അവളുടെ ചുറ്റും ഉണ്ടായിട്ടും she remained very calm, she remained serene, she remained peaceful. അപ്പൊ കാം എന്ന് പറയുന്നതാണല്ലേ ഇവിടുത്തെ മീനിങ് വരുന്നത്. ഓക്കെ, അടുത്തത്, the wretched condition in the old factory led to many worker complaints. അപ്പൊ ആ ഫാക്ടറിയിലെ മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കാരണം ഒരുപാട് വർക്കേഴ്സ് കംപ്ലൈന്റ് ചെയ്തു, ഒരുപാട് വർക്കർ കംപ്ലൈൻസിനായിട്ട് അത് വഴിവെച്ചു. the wretched conditions means മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, അടുത്തത്, he is a renowned author whose works are celebrated worldwide. he is a famous author, വളരെ ഫേമസ് ആയിട്ടുള്ള ഓഥർ ആണ്. അയാളുടെ വർക്ക്സ് ഒക്കെ വേൾഡ് വൈഡ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നതാണ്, വേൾഡ് വൈഡ് സെലിബ്രേറ്റഡ് ആണ്. ഇപ്പൊ റിനൗണ്ടിന് പകരം നമുക്ക് ഇവിടെ എമിനന്റ് എന്ന് പറയാം, എമിനന്റ്. അപ്പൊ ഇങ്ങനെ വരും, he is an eminent author whose works are celebrated worldwide. ഓക്കെ, അപ്പം ആ സിനോണിയംസ് നമ്മൾ അപ്ലൈ ചെയ്തു അല്ലെ, ഇഡിയംസും സിനോണിയംസും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കി. ഇനി അടുത്തത്, അടുത്തായിട്ട് നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനെ പെട്ടെന്ന് ഒന്ന് റീകോൾ ചെയ്യുന്ന കുറച്ച് ടിപ്സ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്,
സൈനോഫോബിയ. സൈനോ മീൻസ് ഡോഗ്, ഫിയർ ഓഫ് ഡോഗ്സ് എന്നല്ലേ മീനിങ് വരുന്നത്. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സൈനോ പ്ലസ് ഫോബിയ, ഡോഗ് പ്ലസ് ഫിയർ, ഫിയർ ഓഫ് ഡോഗ്, സൈനോഫോബിയ. അടുത്ത മിസോജിനിസ്റ്റ്, വൺ ഹു ഹേറ്റ്സ് വുമൺ. മിസോ ഹേറ്റ്, ജിൻ വുമൺ. അങ്ങനെയാണ് വൺ ഹു ഹേറ്റ്സ് വുമൺ എന്നുള്ള മീനിങ് വന്നത്. അടുത്ത ലെക്സിക്കോഗ്രാഫർ, കമ്പൈലർ ഓഫ് എ ഡിക്ഷണറി. അപ്പൊ ലെക്സിക്കോ മീൻസ് ഡിക്ഷണറി എന്നാണ്, അല്ലെങ്കിൽ വേർഡ് എന്നാണ് അർത്ഥം. ഗ്രാഫർ മീൻസ് റൈറ്റർ, അങ്ങനെ ലെക്സിക്കോഗ്രാഫർ. അടുത്തത് മിത്തോമാനിയാക്, വൺ ഹു ഹാസ് ആൻ ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ടു ലൈ ഓർ എക്സാജറേറ്റ്. അതായത് ഭയങ്കര ഇമ്പൾസ് ഉള്ള, കള്ളം പറയാൻ അതുപോലെ എക്സാജറേറ്റ് ചെയ്യാനും ഒരുപാട് ഭയങ്കര ഇമ്പൾസ് ഉള്ള ഒരാളെ പറയുന്നതാണ് മിത്തോമാനിയക്. മിത്തോ മീൻസ് മിത്ത് അല്ലെങ്കിൽ ലൈ എന്ന് പറയാം. മാനിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സെഷൻ, ആ ഒരു മീനിങ് ആണ്. അപ്പൊ കള്ളം പറയാനായിട്ട് ഒരുപാട് ഒബ്സെഷൻ ഉള്ള ആള് മിത്തോമാനിയാക്. ഓക്കെ. അടുത്തത് ഓട്ടോക്രാറ്റ്, എ റൂളർ വിത്ത് അബ്സല്യൂട്ട് പവർ. അപ്പൊ അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓട്ടോ മീൻസ് സെൽഫ്, ക്രാറ്റ് മീൻസ് റൂളർ, അങ്ങനെ ഓട്ടോക്രാറ്റ്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഒരു വർക്ക്ഔട്ട് ആണ്. ഇതിൽ മിക്സ് ആയിട്ട് എല്ലാം വരുന്നുണ്ട്. ഇഡിയംസും സിനോണിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ നിങ്ങളും ഒന്ന് നോക്ക്. അപ്പൊ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ദ ഫ്രേസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് മീൻസ്. ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്ന ഫ്രേസിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ചെയ്യുക ഒരു മീനിങ് ആണ്. എ ടേസ്റ്റി സ്നാക്ക് ആണോ? അല്ല. എ സ്ട്രോങ് പേഴ്സൺ ആണോ? അല്ല. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ടു സോൾവ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതിനെ പറയുന്നതാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആൻസർ. അടുത്തത് സിനോണിയം സെലക്ഷൻ ആണ്. ചൂസ് ദ സിനോണിയം ഫോർ ഡിസ്റ്റിറ്റ്യൂഷൻ. ഡിസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം, എന്താ, പോവർട്ടി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പോവർട്ടി. ഒപ്യുലൻസും അഫ്ലുവൻസും റിച്ച് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. ഇതിന്റെ ആന്റണിംസ് ആണ് ഒപ്യുലൻസ് അതുപോലെ അഫ്ലുവൻസ്. ഇത് നിങ്ങൾ ഓർത്തിരുന്നോ? ഒപ്യുലൻസ് മീൻസ് റിച്ച്, അഫ്ലുവൻസ് വെൽത്തി. വെൽത്തി ആണ്, റിച്ച് ആണ്, ആ ഒരു മീനിങ് ആണ് ഒപ്യുലൻസും അഫ്ലുവൻസും. ഇത് രണ്ടും പോവർട്ടിയുടെ ആന്റോണിംസ് ആണ്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ വൺ ഹു ഹേറ്റ്സ് വുമൺ? വിമനെ ഹേറ്റ് ചെയ്യുന്ന ആളെ പറയുന്നത് എന്തായിരുന്നു? മിസോജിനിസ്റ്റ് അല്ലേ? മിസോജിനിസ്റ്റ്, അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഹിസ് കോൺസ്റ്റന്റ് ഫാബ്രിക്കേഷൻ ഓഫ് സ്റ്റോറീസ് മേഡ് പീപ്പിൾ വെരി ഓഫ് ദ മിത്തോമാനിയക് അല്ലേ? മിത്തോമാനിയക്. അടുത്തത് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് പറയണം. സിനോഫോബിയ റെഫേഴ്സ് ടു ആൻ ഇന്റൻസ് ഫിയർ ഓഫ് ഡോഗ്സ്. ഡോഗ്സിനോടുള്ള ഇന്റൻസ് ആയിട്ടുള്ള പേടിയാണ് സിനോഫോബിയ എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അത് ട്രൂ ആണല്ലേ? ഇറ്റ്സ് ട്രൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ആൻസർ വന്നത്. അപ്പൊ നമ്മള് 10 ഇഡിയംസ് പഠിച്ചു, 10 സിനോണിയംസ് പഠിച്ചു, 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, അതിന്റെ ഓരോന്നിന്റെ യൂസേജ് പഠിച്ചു, പിന്നെ വർക്ക്ഔട്ടും ചെയ്തു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫുള്ള് ക്ലിയർ ആയില്ലേ? എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത സെഷനിൽ ഇനി ഒരു 30 വേർഡ്സ് കമ്പൈലിംഗ് ഓഫ് ഇഡിയംസ്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ സിനോണിയംസ്. അപ്പൊ ഇത്രയായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ഹാപ്പി ലേണിംഗ്.